മാൻസ് സെർച്ച് ഫോർ മീനിങ്. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിലൊന്നായ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ ചാരത്തിൽ നിന്നുയർന്നു വന്ന ഒരു പുസ്തകമാണ് വിക്ടർ ഇ ഫ്രാങ്കൽ എഴുതിയ മാൻസ് സെർച്ച് ഫോർ മീനിങ്. ഇത് ഒരു ആത്മകഥയല്ല, മനുഷ്യന്റെ ആത്മബലത്തെയും അർത്ഥാന്വേഷണത്തെയും കുറിച്ചുള്ള ഒരു ദാർശനിക സാക്ഷ്യമാണ്. വേദനയും മരണവും അനിശ്ചിതത്വവും നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും മനുഷ്യൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുന്ന അപൂർവ കൃതിയാണിത്. ജീവിതം സുഖകരമായിരിക്കുമ്പോൾ അർത്ഥത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് എളുപ്പമാണ്. എന്നാൽ എല്ലാം നഷ്ടപ്പെടുമ്പോൾ, സ്വാതന്ത്ര്യം, കുടുംബം, സുരക്ഷ, ഭാവി എല്ലാം ഇല്ലാതാകുമ്പോൾ ജീവിതത്തിന് അർത്ഥമുണ്ടോ എന്ന ചോദ്യം ഏറ്റവും ശക്തമായി ഉയരുന്നു. ഫ്രാങ്കൽ ഈ ചോദ്യം ഉന്നയിക്കുന്നത് ഒരു തത്വചിന്തകനായി മാത്രമല്ല, അതിനെ സ്വന്തം ശരീരത്തിലും മനസ്സിലും അനുഭവിച്ച ഒരാളായി തന്നെയാണ്. അതുകൊണ്ട് ഈ പുസ്തകം വായനക്കാരനെ വെറും ചിന്തയിലേക്കല്ല, ആത്മപരിശോധനയിലേക്കാണ് നയിക്കുന്നത്. മാൻസ് സെർച്ച് ഫോർ മീനിങ് 2 തലങ്ങളിൽ ഒരേ സമയം പ്രവർത്തിക്കുന്ന കൃതിയാണ്. ഒന്നാമതായി, ഇത് മനുഷ്യനെ പൂർണ്ണമായി തകർക്കുന്ന സാഹചര്യങ്ങളിൽ മനസ്സ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൻ്റെ സൂക്ഷ്മമായ മനഃശാസ്ത്ര പഠനമാണ്. രണ്ടാമതായി, ജീവിതത്തിന് അർത്ഥം കണ്ടെത്താനുള്ള മനുഷ്യന്റെ അടിസ്ഥാന ശക്തിയെക്കുറിച്ചുള്ള ഒരു ദാർശനിക പ്രഖ്യാപനവുമാണ്. ഫ്രാങ്കൽ മനുഷ്യനെ വെറും സാഹചര്യങ്ങളുടെ അടിമയായി കാണുന്നില്ല. അവയ്ക്കിടയിലും തെരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു ആത്മീയ സ്വാതന്ത്ര്യം മനുഷ്യനിലുണ്ടെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നു. മനുഷ്യനിൽ നിന്ന് എല്ലാം എടുത്തുകളയാമെങ്കിലും നിലപാട് തെരഞ്ഞെടുക്കാനുള്ള അവന്റെ സ്വാതന്ത്ര്യം ഒരിക്കലും എടുത്തുകളയാൻ കഴിയില്ല എന്ന ആശയമാണ് ഫ്രാങ്കലിന്റെ ജീവിതാനുഭവങ്ങളെയും ലോഗോതെറാപ്പി എന്ന മനഃശാസ്ത്ര ദർശനത്തെയും ഒന്നിപ്പിക്കുന്നത്. ആധുനിക ലോകം വേഗതയും ഉപഭോഗവും നേട്ടവും മുൻനിർത്തുമ്പോൾ അനേകം മനുഷ്യർ അകത്തളങ്ങളിൽ ഒരു ശൂന്യത അനുഭവിക്കുന്നുണ്ട്. വിജയവും സൗകര്യങ്ങളും ഉണ്ടായിട്ടും എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ചോദ്യം അവരെ വേട്ടയാടുന്നുണ്ട്. ഫ്രാങ്കൽ ഇതിനെ എക്സിസ്റ്റൻഷ്യൽ വാക്വം എന്ന് വിളിക്കുന്നു. ഈ ശൂന്യതയ്ക്ക് മരുന്ന് സുഖമോ അധികാരമോ അല്ല, ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുക തന്നെയാണ് എന്ന് അദ്ദേഹം വാദിക്കുന്നു. മാൻസ് സെർച്ച് ഫോർ മീനിങ് നമ്മെ പഠിപ്പിക്കുന്നത് ദുരിതങ്ങളെ നിഷേധിക്കാനല്ല, അവയ്ക്ക് അർത്ഥം നൽകാനാണ്. വേദനയെ മഹത്വവൽക്കരിക്കാതെ അതിനെ മനുഷ്യന്റെ ആത്മവളർച്ചയ്ക്ക് വഴിയാക്കുന്ന ഒരു സമീപനമാണ് ഈ കൃതി മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിഷാദത്തോടും നിരാശയോടും പോരാടുന്ന മനുഷ്യർക്കും ജീവിതത്തെ കൂടുതൽ ഗൗരവത്തോടെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ചിന്തകർക്കും ഒരുപോലെ പ്രസക്തമാണ്. ഈ പുസ്തകം ഒരു ചോദ്യം നമ്മളെ ഏൽപ്പിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. നിങ്ങളുടെ ജീവിതം നിങ്ങളോട് എന്താണ് ചോദിക്കുന്നത്? അതിനുത്തരം കണ്ടെത്തേണ്ടത് ഓരോ വായനക്കാരൻ്റെയും ഉത്തരവാദിത്വമാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പിലെ അനുഭവങ്ങൾ, എക്സ്പീരിയൻസസ് ഇൻ എ കോൺസെൻട്രേഷൻ ക്യാമ്പ്. നാസി ഭരണകൂടത്തിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ തടവുകാരനായിരുന്ന ഫ്രാങ്കൽ മനുഷ്യനെ പൂർണ്ണമായി തകർക്കുന്ന സാഹചര്യങ്ങളിൽ പോലും അവശേഷിക്കുന്ന ആത്മസ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഈ ഭാഗത്തിലൂടെ ലോകത്തോട് സംസാരിക്കുന്നത്. ഈ ഭാഗം ഒരു ആത്മകഥ മാത്രമല്ല, മനുഷ്യന്റെ മനസ്സിന് എത്രത്തോളം സഹിക്കാൻ കഴിയുമെന്ന്, എവിടെയാണ് അത് തകരുന്നതെന്ന്, എവിടെയാണത് ഉയരുന്നതെന്ന്, ഇതിൻ്റെ എല്ലാം സൂക്ഷ്മമായ വിശകലനമാണ്. വേദനയും മരണവും അനിശ്ചിതത്വവും നിറഞ്ഞ ഒരു ലോകത്ത് മനുഷ്യൻ എങ്ങനെ അർത്ഥം കണ്ടെത്തുന്നു എന്നതാണ് ഫ്രാങ്കൽ അന്വേഷിക്കുന്നത്. ക്യാമ്പിലേക്കുള്ള യാത്ര, യാഥാർത്ഥ്യം നിഷേധിക്കുന്ന മനസ്സ്. ക്യാമ്പിലേക്കുള്ള യാത്ര തന്നെ മനുഷ്യനെ മാനസികമായി തകർക്കുന്നതായിരുന്നു. ചരക്കുവണ്ടികളിൽ കുത്തിനിറച്ച മനുഷ്യർ, ശ്വാസം കിട്ടാൻ പോലും ഇടമില്ലാത്ത അവസ്ഥ, വെള്ളമില്ല, ഭക്ഷണമില്ല, എവിടേക്കാണ് പോകുന്നതെന്നറിയില്ല. ഈ ഘട്ടത്തിലാണ് ഫ്രാങ്കൽ ഷോക്ക് എന്ന ആദ്യ മാനസിക അവസ്ഥയെ വിശദീകരിക്കുന്നത്. അപ്രതീക്ഷിതമായി എല്ലാം നഷ്ടപ്പെടുമ്പോൾ മനുഷ്യന്റെ മനസ്സ് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നു. ഇത് സത്യമാകില്ല, ഇത് ഒരു തെറ്റിദ്ധാരണയായിരിക്കാം, ഒരു പക്ഷേ അവസാന നിമിഷത്തിൽ എന്തെങ്കിലും മാറിയേക്കാം. ഇത്തരം ചിന്തകൾ പല തടവുകാരെയും പിടികൂടി. ഈ നിഷേധം ഒരു ദൗർബല്യമല്ല, അത് മനസ്സിന്റെ ആത്മരക്ഷാശ്രമമാണ്. എന്നാൽ ക്യാമ്പിലെത്തിയപ്പോൾ ഈ പ്രത്യാശകൾ ക്രൂരമായ യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ തകർന്നു.
ആദ്യ തെരഞ്ഞെടുപ്പ് ജീവിതത്തിനും മരണത്തിനുമിടയിൽ. ക്യാമ്പിൽ എത്തുന്ന നിമിഷം തന്നെ മനുഷ്യർ 2 കൂട്ടങ്ങളായി വേർതിരിക്കപ്പെട്ടു. ജോലി ചെയ്യാൻ യോഗ്യർ എന്നും യോഗ്യതയില്ലാത്തവർ എന്നും. ഈ തെരഞ്ഞെടുപ്പ് നിമിഷങ്ങൾക്കുള്ളിൽ നടന്നു. ഒരു ചെറുചലനം, ഒരു നോട്ടം, ശരീരാവസ്ഥ, ഇതെല്ലാം ഒരാളുടെ ജീവിതം തീരുമാനിച്ചു. യോഗ്യതയില്ലാത്തവർക്ക് ബാക്കിയുള്ളത് ഒന്നു മാത്രം: മരണം. ഇവിടെ മനുഷ്യന്റെ ജീവൻ ഒരു മൂല്യമായി കാണപ്പെട്ടില്ല. അത് ഒരു ഉപയോഗയോഗ്യതയായി മാത്രം വിലയിരുത്തപ്പെട്ടു. മനുഷ്യന്റെ മാനവികത പൂർണ്ണമായി നിഷേധിക്കപ്പെടുന്ന നിമിഷങ്ങളായിരുന്നു അവ. വ്യക്തിത്വത്തിന്റെ നശീകരണം, പേരുകളിൽ നിന്ന് നമ്പറുകളിലേക്ക്. ക്യാമ്പിലെത്തിയ ഉടൻ തടവുകാരിൽ നിന്ന് അവരുടെ എല്ലാം എടുത്തുകളയുന്നു. വസ്ത്രങ്ങൾ, മുടി, സ്വകാര്യ വസ്തുക്കൾ, കുടുംബചിഹ്നങ്ങൾ എല്ലാം. പേരുകൾ അപ്രസക്തമാകുന്നു. പകരം ഒരു നമ്പർ മാത്രം. ഫ്രാങ്കൽ എഴുതുന്നു, അവർ ഞങ്ങളുടെ ശരീരത്തെക്കാൾ മുൻപ് ഞങ്ങളുടെ വ്യക്തിത്വത്തെയാണ് കൊന്നത്. കണ്ണാടിയിൽ നോക്കുമ്പോൾ പോലും സ്വന്തം മുഖം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നഷ്ടപ്പെടുന്നു. ഇത് ശരീരപീഡനത്തെക്കാൾ ഭയങ്കരമായ മാനസിക പീഡനമായിരുന്നു. ക്യാമ്പിലെ ദൈനംദിന ജീവിതം ക്രൂരത പതിവാകുമ്പോൾ. ക്യാമ്പിലെ ജീവിതം പൂർണ്ണമായും ക്രൂരത നിറഞ്ഞതായിരുന്നു. വിശപ്പ്, തണുപ്പ്, അമിതമായ ജോലി, അപമാനം, ക്രൂരമർദ്ദനങ്ങൾ ഇവയെല്ലാം ദിനചര്യയായി. ഫ്രാങ്കൽ ഇവിടെ ഒരു നിർണായക മനഃശാസ്ത്ര സത്യം പറയുന്നു. അസാധാരണമായ വേദനകൾ സ്ഥിരമായി ആവർത്തിക്കുമ്പോൾ അവ സാധാരണമാകുന്നു. മരണങ്ങൾ പതിവാകുന്നു. വേദനയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം കിട്ടാത്ത അവസ്ഥയുണ്ടാകുന്നു. ഇത് മനുഷ്യന്റെ മനസ്സ് എത്രത്തോളം സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായി മാറുന്നു എന്ന് തെളിയിക്കുന്നു. വികാരങ്ങളുടെ മരവിപ്പ്. ഇതാണ് ഫ്രാങ്കൽ വിശദീകരിക്കുന്ന രണ്ടാമത്തെ മാനസിക ഘട്ടം: ആപ്പതി. ഇത് ഒരു രോഗമല്ല, ഇത് മനസ്സിന്റെ സ്വയം രക്ഷാ സംവിധാനമാണ്. തുടർച്ചയായ വേദനകൾ സഹിക്കാൻ കഴിയാതെ മനസ്സ് വികാരങ്ങളെ അടച്ചുപൂട്ടുന്നു. സഹാനുഭൂതി കുറയുന്നു, കരുണ ക്ഷയിക്കുന്നു. മരണങ്ങൾ കാണുമ്പോൾ പോലും പ്രതികരണം മങ്ങുന്നു. വികാരങ്ങൾ ഇല്ലാതാക്കാതെ മനുഷ്യന് അവിടെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു എന്നാണ് ഫ്രാങ്കൽ പറയുന്നത്. വിശപ്പ് മനുഷ്യനെ മൃഗാവസ്ഥയിലേക്ക് തള്ളുന്ന ശക്തി. വിശപ്പ് ക്യാമ്പിലെ ഏറ്റവും ശക്തമായ ആയുധമായിരുന്നു. ചിന്തകൾ മുഴുവൻ ഭക്ഷണത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു. സംഭാഷണങ്ങൾ ഭക്ഷണത്തെക്കുറിച്ച്, സ്വപ്നങ്ങൾ പോലും ഭക്ഷണത്തെക്കുറിച്ച്. വിശപ്പ് മനുഷ്യന്റെ ധാർമ്മികതയെ പോലും പരീക്ഷിച്ചു. ചിലർ സ്വാർത്ഥരായി, ചിലർ മറ്റുള്ളവർക്കായി അപ്പം പങ്കിട്ടു. സാഹചര്യങ്ങൾ ഒരുപോലെയായാലും മനുഷ്യരുടെ പ്രതികരണങ്ങൾ ഒരുപോലെയല്ല എന്ന് ഇതിലൂടെ ഫ്രാങ്കൽ ചൂണ്ടിക്കാണിക്കുന്നു. മനുഷ്യൻ തകർന്നോ ഉയർന്നോ പോകുന്ന ധാർമ്മിക പരീക്ഷണങ്ങൾ. ക്യാമ്പിലെ ഓരോ ദിവസവും ഒരു ധാർമ്മിക പരീക്ഷണമായിരുന്നു. സ്വയം രക്ഷിക്കണോ, മറ്റുള്ളവരെ സഹായിക്കണോ? സ്വാർത്ഥതയോ മനുഷ്യത്വമോ? ഏതാണ് വേണ്ടത്? ഒരേ സാഹചര്യത്തിൽ പോലും ചിലർ ക്രൂരരായി മാറി, ചിലർ അതിശയകരമായ മനുഷ്യത്വം കാട്ടി. സാഹചര്യങ്ങൾ മനുഷ്യന്റെ സ്വഭാവം സൃഷ്ടിക്കുകയല്ല, അവ അത് വെളിപ്പെടുത്തുകയാണ് എന്ന സത്യം അവിടെ തെളിയിക്കപ്പെട്ടു. വേദനയ്ക്ക് അർത്ഥം നൽകുന്ന നിമിഷം. ഫ്രാങ്കലിന്റെ ദർശനം രൂപപ്പെടുന്നതിവിടെയാണ്. എല്ലാവർക്കും ഒരുപോലെ വേദനയുണ്ടായിരുന്നു. എന്നാൽ ചിലർ തകർന്നു, ചിലർ അതിജീവിച്ചു. വ്യത്യാസം എന്തായിരുന്നു? വേദനയ്ക്ക് അവർ നൽകിയ അർത്ഥം. ഒരാൾക്ക് തന്റെ കുടുംബത്തെ വീണ്ടും കാണണമെന്ന ആഗ്രഹം, മറ്റൊരാൾക്ക് പൂർത്തിയാകാത്ത ഒരു കൃതി. ചിലർക്ക് വിശ്വാസം, ചിലർക്ക് സ്നേഹം. ജീവിക്കാൻ ഒരു കാരണമുണ്ടെങ്കിൽ മനുഷ്യന് ഏതൊരു വേദനയും സഹിക്കാം എന്ന നിഗമനത്തിൽ ഫ്രാങ്കൽ എത്തുകയാണിവിടെ. ശരീരപരിധികൾ കടക്കുന്ന സ്നേഹാനുഭവം. ക്യാമ്പിലെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിൽ ഫ്രാങ്കൽ തന്റെ ഭാര്യയെ ഓർക്കുന്നു. അവൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. എന്നാൽ ആ സ്നേഹം അയാളെ ജീവനോടെ നിലനിർത്തി. സ്നേഹം ശരീര സാന്നിധ്യമല്ല, അത് ആത്മസാന്നിധ്യമാണ്. മനുഷ്യൻ സ്നേഹത്തിലൂടെ തന്റെ പരിമിതികളെ അതിക്രമിക്കുന്നു എന്നാണ് ഫ്രാങ്കൽ പറയുന്നത്. എടുത്തുകളയാൻ കഴിയാത്ത ആന്തരിക സ്വാതന്ത്ര്യം. ക്യാമ്പിലെ മനുഷ്യർക്ക് ഒന്നിനും സ്വാതന്ത്ര്യമില്ലായിരുന്നു. എപ്പോൾ എഴുന്നേൽക്കണം, എപ്പോൾ ജോലി ചെയ്യണം, എപ്പോൾ ഉറങ്ങണം, എല്ലാം നിർദ്ദേശിക്കപ്പെട്ടു. എന്നാൽ മനുഷ്യനിൽ നിന്ന് ഒരേയൊരു സ്വാതന്ത്ര്യം പൂർണ്ണമായി എടുത്തുകളയാൻ കഴിയില്ല: നിലപാട് തിരഞ്ഞെടുക്കാനുള്ള അവന്റെ സ്വാതന്ത്ര്യം. ചിലർ അതീവ ക്രൂരരായി,
ചിലർ മനുഷ്യരായി തുടരാൻ തീരുമാനിച്ചു. മോചനത്തിനു ശേഷം ശൂന്യതയും വൈകിയ സന്തോഷവും. ക്യാമ്പിൽ നിന്ന് മോചിതരായപ്പോൾ സന്തോഷം ഉടൻ വരുമെന്ന് പലരും കരുതി. പക്ഷേ അത് വന്നില്ല. ദീർഘകാല വേദനയ്ക്ക് ശേഷം സന്തോഷം പോലും അന്യമായി തോന്നി. മനസ്സ് മുറിവുകളിൽ നിന്ന് സുഖം പ്രാപിക്കാൻ സമയം ആവശ്യപ്പെട്ടു. ഫ്രാങ്കൽ ഇതിനെ വൈകിയ പ്രതികരണം എന്നാണ് വിളിക്കുന്നത്. മനുഷ്യന്റെ ജീവിതം അവന്റെ സാഹചര്യങ്ങൾ കൊണ്ട് നിർണയിക്കപ്പെടുന്നതല്ല, അവൻ അവയെ എങ്ങനെ അർത്ഥമാക്കുന്നു എന്നതാണ് അവനെ നിർവചിക്കുന്നത്. മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന പുസ്തകത്തിന്റെ 1-ാം ഭാഗം മനുഷ്യന്റെ ആത്മബലത്തിന്റെ അമരകഥയാണ്. ലോഗോതെറാപ്പി, ജീവിതത്തിന്റെ അർത്ഥം തേടുന്ന മനുഷ്യൻ. 1-ാം ഭാഗത്തിലെ അനുഭവങ്ങളുടെ ദാർശനികവും ശാസ്ത്രീയവുമായ സമാപനമാണ് ഈ ഭാഗത്തിലുള്ളത്. കോൺസെൻട്രേഷൻ ക്യാമ്പിലെ അനുഭവങ്ങൾ ഫ്രാങ്കലിനെ ഒരു ചോദ്യത്തിലേക്ക് നയിച്ചു. മനുഷ്യനെ ജീവിപ്പിക്കുന്നത് എന്താണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ലോഗോതെറാപ്പി. ഈ ഭാഗം മനഃശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ ഒരു നിർണായക വഴിത്തിരിവാണ്. മനുഷ്യനെ വെറും ആനന്ദം തേടുന്ന ജീവിയായോ അധികാരം തേടുന്ന ജീവിയായോ കാണാതെ അർത്ഥം തേടുന്ന ജീവിയായി ഫ്രാങ്കൽ അവതരിപ്പിക്കുന്നു. ലോഗോസ് എന്ന ഗ്രീക്ക് വാക്കിന് അർത്ഥം എന്നാണ് അർത്ഥം. ലോഗോതെറാപ്പി എന്നത് അർത്ഥത്തെ ആധാരമാക്കിയുള്ള ചികിത്സാവിധിയാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത് മനുഷ്യന്റെ അടിസ്ഥാന പ്രേരണ വിൽ ടു പ്ലഷർ, സുഖം തേടുന്ന മനോഭാവം ആണെന്നായിരുന്നു. പ്രശസ്ത സൈക്കോതെറാപ്പിസ്റ്റായ ആൽഫ്രഡ് ആഡ്ലർ പറഞ്ഞത് വിൽ ടു പവർ അഥവാ അധികാരം, മേൽക്കോയ്മ എന്നിവ നേടാനുള്ള മനോഭാവമാണെന്നാണ്. എന്നാൽ ഫ്രാങ്കൽ ഇതിനെ ചോദ്യം ചെയ്തു. മനുഷ്യന്റെ ആഴത്തിലുള്ള പ്രേരണ വിൽ ടു മീനിങ്, ജീവിതത്തിന്റെ അർത്ഥം തിരിച്ചറിയുക എന്നതാണ്. അർത്ഥമില്ലാതെ ജീവിക്കുന്ന മനുഷ്യൻ സുഖവും അധികാരവും ഉണ്ടായാലും ഉള്ളിൽ ശൂന്യനാകും. ഇവിടെ ഫ്രാങ്കൽ എക്സിസ്റ്റൻഷ്യൽ വാക്വം എന്ന പദം ഉപയോഗിക്കുന്നു. ഇത് ആധുനിക മനുഷ്യനെ ബാധിക്കുന്ന ഒരു ആത്മീയ ശൂന്യതയാണ്. പാരമ്പര്യ മൂല്യങ്ങൾ തകർന്നപ്പോൾ, മതപരവും സാമൂഹികവുമായ ഉറപ്പുകൾ നഷ്ടപ്പെട്ടപ്പോൾ മനുഷ്യൻ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ചോദ്യത്തിൽ കുരുങ്ങി. ഈ ശൂന്യതയിൽ നിന്നാണ് വിഷാദം, ലഹരി, ആത്മഹത്യാ ചിന്തകൾ, അക്രമവാസന ഇവയെല്ലാം വളരുന്നത്. അർത്ഥമില്ലാത്ത ജീവിതമാണ് മനുഷ്യനെ രോഗിയാക്കുന്നത്. ലോഗോതെറാപ്പി മനുഷ്യനെ പൂർണ്ണമായും നിർണയിക്കപ്പെട്ട ഒരു യന്ത്രമായി കാണുന്നില്ല. ശരീരവും മനസ്സും സാഹചര്യങ്ങളും മനുഷ്യനെ സ്വാധീനിച്ചേക്കാം, പക്ഷേ അവനെ പൂർണ്ണമായി നിർണയിക്കുന്നില്ല. മനുഷ്യന് എപ്പോഴും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യത്തിനൊപ്പം വരുന്നത് ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഫ്രാങ്കൽ പറയുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ എതിർവശത്ത് സ്റ്റാച്യു ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം. ഉത്തരവാദിത്വം ഇല്ലാതെ സ്വാതന്ത്ര്യം അപകടകരമാണ്. മനുഷ്യർ സാധാരണ ചോദിക്കുന്നത് എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ഫ്രാങ്കൽ ഈ ചോദ്യം തിരിച്ചു ചോദിക്കുന്നു. ജീവിതം നിങ്ങളോട് എന്താണ് ചോദിക്കുന്നത്? ജീവിതത്തിന്റെ അർത്ഥം ഒരു പൊതുവായ ഉത്തരമല്ല, അത് ഓരോ നിമിഷത്തിലും മാറുന്ന വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്. ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ വളർത്തുന്നതാണ് അർത്ഥം. ഒരു കലാകാരന് സൃഷ്ടിയാണ് അർത്ഥം. ഒരു രോഗിക്ക് വേദനയെ ധൈര്യത്തോടെ നേരിടുന്നതാണ് അർത്ഥം. ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താനുള്ള 3 അടിസ്ഥാന വഴികൾ ഇതിൽ വിശദീകരിക്കുന്നു. സൃഷ്ടിയിലൂടെ, ക്രിയേറ്റീവ് വാല്യൂസ്. ഒരു പ്രവൃത്തി ചെയ്യുക, ഒരു ജോലി പൂർത്തിയാക്കുക, ഒരു സേവനം നൽകുക, ഒരു കൃതി സൃഷ്ടിക്കുക. മനുഷ്യൻ ലോകത്തിന് എന്ത് നൽകുന്നു എന്നതാണ് ഈ വഴിയുടെ സാരം. അനുഭവത്തിലൂടെ, എക്സ്പീരിയൻഷ്യൽ വാല്യൂസ്. സ്നേഹം, സൗന്ദര്യം, പ്രകൃതി, സംഗീതം, ബന്ധങ്ങൾ ഇവ അനുഭവിക്കുന്നതിലൂടെ മനുഷ്യൻ അർത്ഥം കണ്ടെത്തുന്നു. ഫ്രാങ്കൽ ഇവിടെ സ്നേഹത്തെ പ്രത്യേകമായി ഉയർത്തിപ്പിടിക്കുന്നു. സ്നേഹം മറ്റൊരാളെ അവന്റെ പൂർണ്ണതയിൽ കാണാനുള്ള ശേഷിയാണ്. വേദനയോട് കാണിക്കുന്ന നിലപാടിലൂടെ, ആറ്റിറ്റ്യൂഡിനൽ വാല്യൂസ്. വേദന ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അത് എങ്ങനെ നേരിടുന്നു എന്നതാണ് നിർണായകം. വേദനയെ ധൈര്യത്തോടെയും മാന്യതയോടെയും ഏറ്റെടുക്കുമ്പോൾ അതുപോലും അർത്ഥമുള്ളതായി മാറുന്നു. വേദന, കുറ്റബോധം, മരണം ഇവ ഒഴിവാക്കാൻ കഴിയില്ല, പക്ഷേ ഇവയ്ക്ക് ഒരു അർത്ഥം കണ്ടുപിടിക്കാൻ കഴിയും. വേദനയിലും അഭിമാനം നിലനിർത്താം. കുറ്റബോധം എന്നത് മാറ്റത്തിനുള്ള അവസരമാണ്. മരണഭയം നമുക്ക് ഉത്തരവാദിത്ത ബോധം നൽകാം. ഇവിടെ ഫ്രാങ്കൽ അവതരിപ്പിക്കുന്ന ആശയമാണ് ട്രാജിക് ഒപ്റ്റിമിസം.
വേദന ഉണ്ടായാലും നഷ്ടമുണ്ടായാലും മരണം ഉറപ്പായാലും ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് വിശ്വസിക്കുന്ന മനോഭാവം. ഈ മനോഭാവം നിഷേധാത്മകമല്ല, ഇത് യാഥാർത്ഥ്യത്തെ നേരിട്ട് കാണുന്ന പ്രത്യാശയാണ്. ഫ്രാങ്കൽ ചില ചികിത്സാ സാങ്കേതികതകളും വിശദീകരിക്കുന്നു. പാരഡോക്സിക്കൽ ഇന്റൻഷൻ, ഭയപ്പെടുന്ന കാര്യത്തെ തന്നെ നേരിടാൻ രോഗിയെ പ്രേരിപ്പിക്കുക. ഡി റിഫ്ലക്ഷൻ, സ്വയം കേന്ദ്രിത ചിന്തയിൽ നിന്ന് ശ്രദ്ധ അകറ്റി അർത്ഥമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക. ഇവ രണ്ടും മനുഷ്യനെ സ്വയം ഉയരാൻ സഹായിക്കുന്നു. ലോഗോതെറാപ്പി മനുഷ്യനെ വെറും ശരീരവും മനസ്സും ചേർന്ന ഘടനയായി കാണുന്നില്ല. അതിനു പുറമെ ഒരു ആത്മീയ അളവ്, നോയറ്റിക് ഡയമെൻഷൻ ഉണ്ടെന്ന് ഫ്രാങ്കൽ പറയുന്നു. ഈ ആത്മീയ അളവിലാണ് മനസ്സാക്ഷി, മൂല്യങ്ങൾ, അർത്ഥബോധം ഇവയെല്ലാം പ്രവർത്തിക്കുന്നത്. വിദ്യാഭ്യാസത്തിലും സമൂഹത്തിലും ലോഗോതെറാപ്പിക്ക് വളരെ പ്രാധാന്യമുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അറിവ് നൽകൽ മാത്രമല്ല, അർത്ഥബോധം വളർത്തലാണ്. സമൂഹം മനുഷ്യനെ ഉപഭോക്താവായി മാത്രം കാണുമ്പോൾ ലോഗോതെറാപ്പി അവനെ ഉത്തരവാദിത്തമുള്ള വ്യക്തിയായി കാണുന്നു. ജീവിതം ഒരിക്കലും അർത്ഥശൂന്യമല്ല, മനുഷ്യന്റെ ആത്മീയ മഹത്വത്തിന്റെ പ്രഖ്യാപനമാണ്. സാഹചര്യങ്ങൾ മനുഷ്യനെ തകർക്കാം, പക്ഷേ അർത്ഥം കണ്ടെത്തുന്ന മനുഷ്യനെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല. അർത്ഥം കണ്ടെത്താനാകാത്തത് മനുഷ്യന്റെ കാഴ്ചപ്പാടിലുള്ള പോരായ്മയാണ്. ഇതാണ് ലോഗോതെറാപ്പിയുടെ സാരം. ഈ കൃതിക്ക് പിന്നീടുള്ള പതിപ്പുകളിൽ ചേർത്ത ഒരു പോസ്റ്റ് സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരു സമാപനക്കുറിപ്പ്, ട്രാജിക് ഒപ്റ്റിമിസം. അത് വെറുമൊരു സമാപനക്കുറിപ്പ് മാത്രമല്ല, മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ദാർശനിക നിലപാടിന്റെ ഏറ്റവും വ്യക്തവും ശക്തവുമായ പ്രഖ്യാപനമാണ്. ഈ ഭാഗത്തിൽ ഫ്രാങ്കൽ ഒരു അടിസ്ഥാന ചോദ്യം ഉയർത്തുന്നു. വേദനയും നഷ്ടവും മരണവും നിറഞ്ഞ ലോകത്ത് പ്രത്യാശയോടെ ജീവിക്കാൻ സാധ്യമാണോ? ഇതിനുള്ള ഉത്തരമാണ് ട്രാജിക് ഒപ്റ്റിമിസം. ഒപ്റ്റിമിസം എന്ന വാക്ക് സാധാരണയായി എല്ലാം നല്ലതായി തീരുമെന്ന് വിശ്വസിക്കുന്ന മനോഭാവമാണ്. എന്നാൽ ഫ്രാങ്കൽ പറയുന്ന ട്രാജിക് ഒപ്റ്റിമിസം അതല്ല. ദുരിതങ്ങൾ ഉണ്ടെന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് അവയ്ക്കിടയിലും ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് വിശ്വസിക്കുന്ന മനോഭാവമാണ് ട്രാജിക് ഒപ്റ്റിമിസം. ഇത് കണ്ണടച്ച് പ്രത്യാശ പുലർത്തുന്നതല്ല, വേദനയെ നിഷേധിക്കുന്നതുമല്ല, മറിച്ച് വേദനയെ ധൈര്യത്തോടെ നേരിടുന്നതാണ്. മനുഷ്യ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത 3 സത്യങ്ങളെന്ന് ഫ്രാങ്കൽ ചൂണ്ടിക്കാണിച്ച വേദന, കുറ്റബോധം, മരണം, ഇവയാണ് മനുഷ്യ ജീവിതത്തിന്റെ ട്രാജിക് ട്രിയാഡ്. പല ദർശനങ്ങളും ഈ സത്യങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്നു. ഫ്രാങ്കൽ അവയെ അർത്ഥത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു. വേദന മനുഷ്യനെ തകർക്കാം, അതുപോലെ മനുഷ്യനെ ഉയർത്തുകയും ചെയ്യാം. വേദന ഒഴിവാക്കാനാവാത്തതായാൽ അത് എങ്ങനെ സഹിക്കുന്നു, അതിനെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നതാണ് നിർണായകം. വേദനയ്ക്ക് അർത്ഥം ലഭിക്കുന്നത് അത് മനുഷ്യനെങ്ങനെ ഏറ്റെടുക്കുന്നു എന്നതിലൂടെയാണ്. വേദന മാന്യതയോടെയും ധൈര്യത്തോടെയും സഹിക്കുന്ന ഒരാൾ അവന്റെ ദുരിതത്തെ പോലും ഒരു മാനുഷിക നേട്ടമായി മാറ്റുന്നു. ഇവിടെ വേദനയെ മഹത്വവൽക്കരിക്കുന്നില്ല. വേദനയെ നിഷേധിക്കാതെ അതിനെ എങ്ങനെ അതിജീവിക്കാം എന്ന തത്വമാണ് ഇവിടെ പറയുന്നത്. കുറ്റബോധം, മാറ്റത്തിനുള്ള അവസരം. കുറ്റബോധം മനുഷ്യനെ തളർത്താം, പക്ഷേ ഫ്രാങ്കൽ അതിനെ മറ്റൊരു കാഴ്ചപ്പാടിൽ കാണുന്നു. കുറ്റബോധം മനുഷ്യനോട് പറയുന്നത് ഇതാണ്: നിനക്ക് മാറാൻ കഴിയുമായിരുന്നു. അത് മനുഷ്യന് മെച്ചപ്പെടാനുള്ള ഒരു ആന്തരിക ശബ്ദമാണ്. കുറ്റബോധം അർത്ഥമുള്ളതാകുന്നത് സ്വയം പരിഷ്കാരത്തിലേക്ക് നയിക്കുമ്പോഴാണ്. അത് നാശത്തിനല്ല, വളർച്ചയ്ക്കുള്ള വഴിയാണ്. മരണത്തെക്കുറിച്ചുള്ള ചിന്ത നൽകുന്ന ഉത്തരവാദിത്ത ബോധം. മരണം മനുഷ്യനെ ഭയപ്പെടുത്തുന്നു. എന്നാൽ ഫ്രാങ്കൽ പറയുന്നു, മരണം ജീവിതത്തിന്റെ അർത്ഥത്തെ കുറയ്ക്കുന്നില്ല, അത് കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നു. ജീവിതം അനന്തമായിരുന്നെങ്കിൽ ഒന്നും അടിയന്തിരമാകില്ലായിരുന്നു. മരണം ഉറപ്പായതിനാലാണ് ഓരോ തീരുമാനവും പ്രധാനമാകുന്നത്, ഓരോ നിമിഷവും വിലയുള്ളതാകുന്നത്. മരണബോധം മനുഷ്യനെ ഉത്തരവാദിത്വമുള്ളവനാക്കുന്നു. ജീവിതത്തിന് അർത്ഥമുണ്ടെങ്കിൽ ആത്മഹത്യക്ക് സ്ഥാനമില്ല. അർത്ഥം കണ്ടെത്തുന്ന മനുഷ്യന് ജീവിതം ഉപേക്ഷിക്കാനുള്ള കാരണം ഉണ്ടാകില്ല. ആത്മഹത്യയുടെ അടിസ്ഥാനം പലപ്പോഴും അർത്ഥശൂന്യതയാണ്. ജീവിതം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കാണാൻ കഴിയാത്ത അവസ്ഥ. മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുമ്പോൾ അവൻ ഏതു ദുരിതവും സഹിക്കാൻ തയ്യാറാകും. സാഹചര്യങ്ങൾ മനുഷ്യനെ പൂർണ്ണമായി നിർണയിക്കുന്നില്ല.
വേദനയിലായാലും രോഗത്തിലായാലും മരണത്തോട് അടുത്താലും മനുഷ്യന് ഒരിക്കലും നഷ്ടപ്പെടാത്ത സ്വാതന്ത്ര്യമുണ്ട്, നിലപാട് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. ഇതാണ് മനുഷ്യന്റെ മഹത്വം. ജീവിതം എപ്പോഴും സുഖകരമായിരിക്കില്ല, വേദന ഒഴിവാക്കാനാവില്ല, മരണം ഉറപ്പാണ്. എന്നാൽ ഇതിനിടയിലും ജീവിതത്തിന് അർത്ഥമുണ്ട്. അത് കണ്ടെത്തുക എന്നതാണ് മനുഷ്യന്റെ ഉത്തരവാദിത്വം. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മുന്നിലെ ഒരു ചോദ്യമാണ്, നിങ്ങളുടെ നിലപാടാണ് അതിൻ്റെ ഉത്തരം. വേദനയുണ്ടെങ്കിലും നഷ്ടമുണ്ടെങ്കിലും മരണം ഉറപ്പായാലും മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ ഒരു അർത്ഥം കാണാൻ കഴിയുന്നുവെങ്കിൽ അവൻ ഒരിക്കലും തോൽക്കില്ല. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.